ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ലോഗും ഗിഫ്റ്റ് അൺബോക്സിംഗ് വ്ലോഗൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡാഡുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പ്രിപ്പറേഷൻ വ്ലോഗുമായിട്ടാണ്. ഇതൊരു കുട്ടി വ്ലോഗാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 2-3 ദിവസം കൊണ്ടാണ് ഈ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എടുത്ത കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണിത്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് ഹോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോളാണ് നമ്മൾ നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവിടെ പോയി ഹോൾ ബുക്ക് ചെയ്യാം. കിട്ടു ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ടാണ് പോകുന്നത്. പോയിട്ട് കാണാം. ചാറ്റ പറ. അങ്ങനെ നമ്മൾ ആദ്യം പോയത് നമ്മുടെ ആനാടുള്ള സമഗ്ര എന്ന് പറഞ്ഞ ഹോളിലോട്ടാണ്. ഇവിടെ വെച്ചിട്ട് ഡാഡുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത്. ആദ്യം പോയി ഹോൾ ബുക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് രാമചന്ദ്രനിലോട്ടാണ്. എൻ്റെ ഗൗണിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ ഗൗൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ. വെൽവെറ്റ് ആയിരുന്നു എൻ്റെ മെറ്റീരിയൽ. 2-3 കളേഴ്സൊക്കെ നോക്കി. എന്നാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ബ്ലാക്ക് എടുക്കണമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഒരു 6 മീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും കുറയാൻ പാടില്ലല്ലോ, 5 മീറ്റർ മതിയെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ 6 മീറ്റർ എടുത്തു. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ പോയി എനിക്കുള്ള മെറ്റീരിയലൊക്കെ എടുത്തിട്ട് വന്നു. ഇന്ന് നമ്മൾ നേരെ ലുലുലോട്ട് പോകാൻ പോവാണ്. ഡാഡുവിനുള്ള ഡ്രസ്സ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി. കുട്ടികളുടെ ഡ്രസ്സ് നമ്മൾ ഉദ്ദേശിക്കും പോലെ കിട്ടാൻ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ നമുക്ക് ലുലുലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇതെല്ലാം 2-3 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ലുലുവിലോട്ട് പോയിട്ട് നമ്മൾ ഡാഡുവിനുള്ള സാധനങ്ങൾ നോക്കി. ആദ്യം പോയത് ലുലു ഫാഷനിലോട്ടാണ്. അവിടെ മൊത്തം തപ്പിത്തിരങ്ങിയിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു സാധനം കിട്ടിയില്ല. അതുപോലെ തന്നെ അവൻ്റെ അളവിനുള്ള സാധനവും അവിടെ ഇല്ലായിരുന്നു. അന്ന് നമ്മൾ പോയ ദിവസം അവിടെ എന്തോ ഒരു ഓഫർ സെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ആവശ്യമുള്ള സാധനം ഇല്ലാതെ ഇപ്പോൾ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല. പിന്നെ അവിടെ നിന്നു കുറേ ഷോപ്പിൽ, ഏകദേശം ലുലുവിലുള്ള എല്ലാ ഷോപ്സിലും നമ്മൾ കയറി ഇറങ്ങി. അപ്പോഴേക്കും ഡാഡുവിന് വിശക്കാൻ തുടങ്ങി. അവനുള്ള ഫുഡ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമ്മൾ മുകളിൽ ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയിട്ട് ഡാഡുവിന് കുറുക്ക് കൊടുത്തു. അങ്ങനെ അവൻ ഹാപ്പിയായി. എന്നിട്ട് നമുക്കും ഭയങ്കര വിശപ്പായി. ഉച്ച കഴിഞ്ഞായിരുന്നു ഏകദേശം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹൈപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ പോയപ്പോൾ അവിടെ ഭയങ്കര ഹെവി തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല. എന്തായാലും കുറച്ചുകൂടെ ഷോപ്സിലൊക്കെ കയറി നോക്കാമെന്നുള്ളത് നമ്മൾ പിന്നെ പോയത് വെസ്റ്റ് സൈഡിലോട്ടാണ്. അവിടെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനം എന്തായാലും നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ മാക്സിലോട്ട് പോയി. അവിടെയും പോയി നോക്കിയായിരുന്നു. അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല. ഒരു ബ്ലാക്ക് കളർ സ്യൂട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ദിവസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. ഏകദേശം ഓൺലൈനിൽ ഉണ്ടായിരുന്നത് അത്രയും ഇവൻ്റെ അളവിനുള്ളത് സോൾഡ് ഔട്ട് ആയും കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നത്. അവിടെ നിന്ന് കിട്ടാത്ത വിഷമത്തിൽ ഞാനങ്ങനെ ഇറങ്ങി. പിന്നെ എന്തായാലും വന്നതല്ലേ, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ നേരെ സംസമിലോട്ട് പോയി. ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇത് പിറ്റേ ദിവസമാണ്. നമ്മൾ എൻ്റെ ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് നമ്മുടെ നെടുമങ്ങാട് തന്നെയുള്ള SKB സ്റ്റിച്ചിങ് സെൻറ്ററിലാണ്. അവിടെ പോയപ്പോൾ എനിക്കെടുത്ത മെറ്റീരിയലിൽ തന്നെ, അതായത് വെൽവെറ്റ് വെച്ച് തന്നെ ഡാഡുവിൻ്റെ ഡ്രസ്സ് കൂടെ തയ്ക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ലല്ലോ. ഇത് അവിടെ നിന്ന് കിട്ടിയ മൂകാംബിക അമ്പലത്തിലെ പ്രസാദമാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് നേരെ എനിക്കൊരു മാല വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ആദ്യം വാങ്ങി ഇതാണ്. ഇത് ഞാൻ പിന്നെ തിരിച്ചു കൊടുത്ത്, അത് ഞാൻ വഴിയെ പറയാം. അങ്ങനെ നമ്മൾ ബർത്ത്ഡേയുടെ ഫൈനൽ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുവാണ്. നമ്മളിവിടെ ദേവിയുണ്ട്, അക്ഷയുണ്ട്, കിട്ടുമുണ്ട്, പിന്നെ ഡാഡുണ്ട്. ഡാഡുവിൻ്റെ അലപ്പാണ് നിങ്ങളവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും കൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സമയമുള്ളൂ. കാരണം മറ്റന്നാളാണ് ബർത്ത്ഡേ. നമുക്കിനി വാങ്ങിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമുക്കിന്ന് ഷോപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് വാങ്ങാൻ പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. നമ്മളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ജാനുവരി 25-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഈ ഷോപ്പിങ്ങിന് നമ്മൾ പോയത് ജാനുവരി 23-നാണ്. അത്രയ്ക്ക് ദിവസം നമുക്കില്ലായിരുന്നു. അങ്ങനെ അക്ഷയ് കാറുമായിട്ട് വന്നായിരുന്നു. ഡാഡു ഫ്രണ്ടിലിരുന്ന് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദേവിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവി മോള് വഴിയിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ആക്ച്വലി ഇവർ ഒരു വീട്ടിലുള്ളവരാണ്, ദേവിയും അക്ഷയും. പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങൾ മൂലം അവളെ നമുക്ക് വഴിയിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ദേവി അവിടെ നിൽപ്പുണ്ട്. നിങ്ങളൊരു കാര്യം കാണുന്നുണ്ടോ ഗൈസ്? ദേവിയുടെ അടുത്ത് തന്നെ ദേവി എന്നൊരു ഷോപ്പുണ്ട്. വാട്ട് എ കോഇൻസിഡൻസ് ഇല്ല, ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. അങ്ങനെ നമ്മൾ ദേവിയും കൂടെ പിക്ക് ചെയ്തു. നേരെ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് പോയത് നെടുമങ്ങാടുള്ള പെരേപ്പാടൻസ് ഗോൾഡ് പാർക്കിലോട്ടാണ്. ഡാഡുവിനുള്ള നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ്. നമ്മൾ അവനൊരു മാലയാണ് വാങ്ങിയത്. അതായത് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞല്ലോ, അപ്പോൾ കുറച്ചുകൂടെ കട്ടിയിൽ പൊട്ടാത്ത ടൈപ്പുള്ളൊരു മാല അവന് വാങ്ങി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ പഴയ മാല നമ്മൾ മാറ്റുന്നുണ്ട്. അങ്ങനെ നേരെ അവിടെ പോയി മാല നോക്കിക്കൊണ്ടിരിക്കുവാണേ.
നോക്കി നോക്കി നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലായി. ലാസ്റ്റ് നമ്മൾ ഒരു പൊട്ടാത്ത മാല ഏതാണെന്നുള്ള സജഷൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു മോഡലാണ് നമ്മളെടുത്തത്. എന്തായാലും ഇവൻ മാല നട് വലിച്ച് കടിക്കും, ആ ഒരു ശീലം അവനുണ്ട്. അപ്പോൾ കടിച്ചാലും പൊട്ടാതിരിക്കാനുള്ള ഒരു ടൈപ്പാണ് നമ്മൾ നോക്കിയത്. അവൻ ബലൂണൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ നിന്ന് കിട്ടിയ ബലൂണാണ്. ഈ ടൈപ്പ് ഒരു മാലയാണ് നമ്മൾ വാങ്ങിയത്. ഇതാണ് ഡാഡുവിന് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അവിടെ നിന്ന് നമുക്ക് ഗിഫ്റ്റായിട്ട് 2 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ദേവിയും അത് കിട്ടിയ സന്തോഷത്തിൽ അവിടെ ഇരിക്കുവാണ്. അങ്ങനെ ഇല്ലാത്ത വെള്ളമൊക്കെ സങ്കല്പിച്ച് കുടിച്ച് നമ്മൾ നേരെ ലുലു മോളിലോട്ടെത്തി. ഇവിടെ നിന്ന് നമുക്കിനി അല്ലറ ചില്ലറ സാധനങ്ങൾ, അതായത് ലാസ്റ്റ് പർച്ചേസാണിത്, വാങ്ങണമായിരുന്നു. അങ്ങനെ നേരെ വീണ്ടും ലുലു ഫാഷനിലോട്ടാണ് പോയത്. ദേവി അവിടെ ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാഡുവിന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു, അതായിരുന്നു മെയിനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ലുലു ഫാഷൻ, അതിൻ്റെ അകത്തുള്ള ട്രയൽ റൂമാണ്. നമ്മൾ ഫസ്റ്റ് ടൈം അതിൻ്റെ അകത്ത് കയറുന്നത്, നല്ല രസമാണ്. അങ്ങനെ ഞാനും ദേവിയും കുറേ നേരം അതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കളിച്ചായിരുന്നു. നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത്, എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിനൊരു ചെറിയ പാർട്ടി വെയർ ലുക്കുള്ളതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. ലാസ്റ്റ് നമ്മളെടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ടാണ് അവൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞത്. അങ്ങനെ അതെടുത്തു. പിന്നെ നമ്മൾ ബാക്കി പോയ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അല്ലാതെ പറയാം നിങ്ങളോട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി, സംസമിലാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ചെറിയ ഷോപ്പിംഗ് ഒക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ചപ്പലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-11 മണിയായി നമ്മൾ അപ്പോൾ വീടെത്തിയപ്പോൾ. ഡാഡൂസിന് ഉറക്കമൊന്നുമില്ലായിരുന്നു, അവനും ദേവിയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കേക്ക് ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ കേക്കിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി നേരെ നെടുമങ്ങാട് കേക്ക് വേൾഡിലും കൂടെ കയറിയായിരുന്നു. അവിടെ നിന്ന് കേക്ക് ഓർഡർ ചെയ്ത് വീട്ടിൽ പോയി. അപ്പോൾ അന്നത്തെ ഡേയും കഴിഞ്ഞു. ഇനി തലേ ദിവസം അല്ലറ ചില്ലറ പരിപാടികളിലൂടെ തലേ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തീർക്കാൻ വേണ്ടി ഞാനും കിട്ടുകൊണ്ട് രാവിലെ ഇറങ്ങി. ഇന്ന് അതിൻ്റെ ഫോട്ടോഷൂട്ടിന് പോകണമായിരുന്നു. തലേന്നാണ് ഫോട്ടോഷൂട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഫോട്ടോഷൂട്ടിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ കിട്ടുവിൻ്റെ കടയിലോട്ട് പോയതാണ്. അവിടെ വെച്ച് ഡാഡു ആ കവറിൻ്റെ അകത്ത് കയറിയിരുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അങ്ങനെ കിട്ടു ഫോട്ടോ എടുക്കേണ്ട ചെറിയൊരു സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇവൻറ്റുകാരൻ ആയാലുള്ള ഗുണം ഇതാണ് ഗൈസ്. അങ്ങനെ കിട്ടുവിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞത്. ആ ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല ഫോട്ടോസ് കിട്ടിയായിരുന്നു. അവിടെ ഭയങ്കര അലമ്പായിരുന്നു, എന്നാലും നല്ല ഫോട്ടോസ് കിട്ടിയത്. അതിൽ 2-3 ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാണാത്തവർ ഈ ഫോട്ടോ കണ്ടോളൂ. എല്ലാവരും പറഞ്ഞു നല്ല ഫോട്ടോ ആയിരുന്നു എന്ന്. അങ്ങനെ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ ഗൗൺ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി, അവിടെ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് കിട്ടി. അപ്പോൾ ഇത്രയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ലോഗ് ഞാൻ എടുത്ത സംഭവങ്ങളെന്ന് പറയുന്നത്. ഈ ശബ്ദം കേൾക്കുന്നത് ഡാഡുടെ ഒന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്, നിങ്ങളത് ഇഗ്നോർ ചെയ്യണം കേട്ടോ. പിന്നെ ബാക്കി ഞാനിതിൽ ആഡ് ചെയ്യാത്ത സംഭവങ്ങളെന്ന് പറയുന്നത്, ഒന്ന് കിട്ടുന്ന ഡ്രസ്സാണ്. അതൊക്കെ നമുക്ക് നെടുമങ്ങാട് നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ചെയ്തത് രാമചന്ദ്രൻ സ്റ്റുഡിയോ അവിടെ നിന്ന് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ്റെ കാര്യം ഓൾറെഡി കിട്ടുവാണ് ചെയ്തത്, കിട്ടുന്ന ഇവൻ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബർത്ത്ഡേ പ്രിപ്പറേഷൻ വ്ലോഗ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല കിടിലൻ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.